Peace Radio. Tune to reality. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും അള്ളാഹുവിനെ അനുസരിക്കുന്നതുമായ ഒട്ടേറെ ഇബാദത്തുകൾ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. ആ കർമ്മങ്ങളിൽ ദിനേന ചെയ്യുന്ന നമസ്കാരം പോലുള്ള കർമ്മങ്ങളുണ്ട്, ആഴ്ചയിൽ നിർവഹിക്കുന്ന ജുമുഅ പോലുള്ള കർമ്മങ്ങളുണ്ട്, മാസത്തിൽ നിർവഹിക്കുന്ന അയ്യാമുൽ ബീളിലെ സുന്നത്തു നോമ്പുകളെ പോലുള്ളതുണ്ട്, വർഷത്തിൽ നിർവഹിക്കുന്ന സക്കാത്ത് പോലെ പെരുന്നാൾ പോലുള്ള കർമ്മങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഹജ്ജ് പോലുള്ള കർമ്മങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പറയപ്പെട്ട ഏത് കർമ്മങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണയെങ്കിലും നമുക്കുണ്ടാകും. അത് നിസ്കാരത്തെ കുറിച്ചെടുത്താലും, നോമ്പിനെ കുറിച്ച് പറഞ്ഞാലും, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞാലും, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞാലൊക്കെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും അതിനെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. എന്നാൽ ഒരു കർമ്മം മുസ്ലിം ഉമ്മത്തിൽ 90% ആളുകൾക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എന്നാൽ അത് നിർവഹിക്കുന്നു എന്ന് പറയുന്നവരാകട്ടെ ഇസ്ലാമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപത്തിലാണ് ആ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അറബിയിൽ പറയുന്ന ആ കർമ്മത്തിന്റെ പേര് നദിർ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നേർച്ച. നേർച്ച എന്ന് പറയുന്നു നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നേർച്ചയുടെ വിഷയത്തിൽ തന്നെ എന്താണ് നേർച്ച ഇതറിയുന്നവർ ചുരുക്കം.
എങ്ങനെയാണ് നേർച്ച നേരേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ നേർച്ചയാണ് പാടില്ലാത്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആകെ അറിയുന്നത് ഏതെങ്കിലും ഒരു ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേർച്ചകളായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട വാർത്തകളും വായിച്ച വാർത്തകളൊക്കെ ബോധ്യപ്പെടുന്നുണ്ടാകും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തിരൂരിനടുത്തുള്ള പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അപകട വാർത്ത ഒരാളുടെ നില ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി. അത് കേവലം ആ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് നടക്കുന്നതല്ല. 2013 അതേ സ്ഥലത്ത് ഇതുപോലെ ആന ഇടഞ്ഞുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ 10-15 വർഷങ്ങൾക്കിടയിൽ തൃശ്ശൂരിലും മലപ്പുറത്തും പാലക്കാടും ഒക്കെയുള്ള ഈ പറയപ്പെട്ട ജാറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കപ്പെടുന്ന നേർച്ചകളിലൊക്കെ ഇത്തരത്തിലുള്ള അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു അനിഷ്ടകരമായ വിഷയം നടക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ അതൊക്കെ ഭൗതികമായ തലമായിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏതെങ്കിലും ഒരു ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? ഏതെങ്കിലും ഒരു മഖാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? ഏതെങ്കിലും പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ദേശീയോത്സവങ്ങൾ, പട്ടാമ്പി ദേശീയോത്സവം, കൊണ്ടോട്ടി ദേശീയോത്സവം എന്ന് പറയുന്നത് പോലെ ചില ഉത്സവങ്ങൾ, പൂരങ്ങളെ പോലെയാണോ ഇസ്ലാമിൽ നേർച്ച? അല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് നേർച്ച? ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഈ ഒരു ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നദർ എന്നാണ് അതിനെ അറബിയിൽ പറയുന്നത്. അതിന്റെ അർത്ഥം നിർബന്ധം അല്ലെങ്കിൽ ഭയം, വാഗ്ദാനം എന്നൊക്കെയാണ്. മതപരമായി കൊണ്ട് ഇസ്ലാമിൽ നദർ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം, മുസ്ലിമായ പ്രായമുള്ള പക്വതയുള്ള വിവേകമുള്ള ഒരു വ്യക്തി ഐച്ഛികമായ ഒരു കാര്യം അയാൾ സ്വയം ഫർളാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നമുക്ക് സുന്നത്താണ്, റവാത്തിബ് സുന്നത്താണ്. എന്ന ഒരാൾ പറയാണ്, ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് അത് ഞാൻ എന്തായാലും നിർവഹിക്കും, അത് ഞാനിതാ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്കത് നിർബന്ധമാണ്. അയാൾക്കത് നിർബന്ധമാണ്. ഈ വരുന്ന തിങ്കളാഴ്ച നോമ്പ് എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എന്ന ഒരാൾ പറയാണ്, ഈ വരുന്ന തിങ്കളാഴ്ച നോമ്പ് ഞാൻ നോൽക്കും എന്നുള്ളത് ഞാനിതാ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് പിന്നെ ആ നോമ്പെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരാളിങ്ങനെ വിചാരിച്ചു, തിങ്കളാഴ്ച സമയമുണ്ടെങ്കിൽ നോമ്പെടുക്കണം, ശാരീരികമായ അവസ്ഥയൊക്കെ നോക്കട്ടെ, എന്നിട്ട് നോമ്പെടുക്കുക. അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. എന്നാൽ നേർച്ചയാക്കിയാൽ, അയാൾ അത് പ്രഖ്യാപിച്ചാൽ, അയാൾ അത് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ നിർബന്ധമായി മാറും. അയാൾ ഒഴിവാക്കാൻ പാടില്ല. അതാണ് നേർച്ചയുടെ പ്രത്യേകത. അത് സ്വതക്കയുടെ വിഷയത്തിലാണെങ്കിലും ശരി. ഒരാൾ പറയാണ്, നാളെ രാവിലെ ഞാൻ എന്തായാലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് 100 രൂപ കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾ നാളെ രാവിലെ ആ പണം കൊടുത്തേ പറ്റൂ. സ്വതക്ക എന്നുള്ളത് നിർബന്ധമല്ല, പക്ഷെ അയാൾ സ്വന്തത്തിൽ നേർച്ചയാക്കുക, സ്വന്തത്തിൽ നിർബന്ധമാക്കലാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അത് കരുതിയാൽ മാത്രം പോരാ, അത് പറയന്നെ വേണം. ഞാൻ നേർച്ചയാക്കി എന്ന് പറയുക തന്നെ വേണം. ഇതാണ് നേർച്ച എന്ന് പറയുമ്പോൾ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമത്തൊരു വിഷയം, നേർച്ച നേർന്നാൽ എന്ത് ചെയ്യണം? ഒരാൾ നേർച്ചയാക്കി, ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യണം എന്ന് നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം? അത് നിർബന്ധമായും വീട്ടണം. അത് വീട്ടുന്നവനാണ് വിശ്വാസി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതിറാ. വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, യൂഫൂന ബിന്നദർ,
അവര് നേർച്ച വീട്ടുന്നവരാണ്, നേർച്ച പൂർത്തീകരിക്കുന്നവരാണ്. വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതീ അല്ലാഹ് ഫൽയുതിഉ. ആരെങ്കിലും അല്ലാഹനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ അത് അനുസരിക്കന്നെ വേണം, അത് അയാൾ പൂർത്തീകരിക്കണം. വമൻ നദറ അൻ യഅസിയഹു, എന്നാൽ അല്ലാഹ്ക്ക് അനുസരണക്കേട് കാണിക്കാൻ, ഒരു തെറ്റ് ചെയ്യാനാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിലോ അയാൾ അത് ചെയ്യേണ്ടതില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കണം. രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ എന്ന് ചോദിച്ചാൽ, നേർച്ച ആർക്കാണ് അർപ്പിക്കേണ്ടത്, ആർക്കാണ് നേർച്ച കൊടുക്കേണ്ടത്? ഈ നേർച്ച എന്ന് പറയുമ്പോൾ വഴിപാട് എന്ന് ഒരു പക്ഷേ മലയാളത്തിൽ പറയും. പല മതങ്ങളിലും അവരുടേതായ നേർച്ചകളും വഴിപാടുകളും ഉണ്ട്. എന്നാൽ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലുള്ള നെദറിനെ, നേർച്ചയെ ആർക്ക് സമർപ്പിക്കണം? നേർച്ച ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ അത് അർപ്പിക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും തന്റെ നേർച്ചയോ വഴിപാടോ അതിലുള്ള ഏതെങ്കിലും ഒരു കർമ്മം വരാൻ പാടില്ല. അവിടെയാണ് ഇന്നുള്ള ഒട്ടുമിക്ക നേർച്ചകളും ഇസ്ലാമിൽ പഠിപ്പിച്ചതേ അല്ല. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട യാതൊരു ബന്ധവും അതിലില്ല. കാരണം ഇസ്ലാം ഒരിക്കലും ഒരു ജാറവുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു നേർച്ച പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നേർച്ച നമ്മളോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നേർച്ചയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ആരിലേക്കെങ്കിലും നേർച്ചയോ വഴിപാടോ തന്റെ ആഗ്രഹങ്ങളോ സഫലീകരണങ്ങളോ അഭിലാഷങ്ങളോ പോകുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക് എന്നുള്ളത്. കാരണം ഇതൊരു ഇബാദത്താണ്. നിസ്കാരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിർവഹിക്കേണ്ടത്. മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കുമ്പോ അത് അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടൂല, ശിക്ഷയാ കിട്ടുക. അതുകൊണ്ട് തന്നെ നേർച്ചയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ വിഷയം, അള്ളാഹുവിലേക്ക് മാത്രമേ നേർച്ച അർപ്പിക്കാൻ പാടുള്ളൂ. ഇനി നാലാമത്തെ ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹുക്കുമുകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷെ അതിന്റെ ഇനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത ഒരു ഭാഗമാണ്. ഈ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം, നേർച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് നേർച്ച നേരാം, ഇസ്ലാമിക മര്യാദകൾ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഐച്ഛികമായി പഠിപ്പിച്ച ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം ഒരാൾക്ക് സ്വയം ഫർളാക്കാം, എന്നിട്ട് അയാൾക്ക് അത് നിർവഹിക്കാം. എന്നാൽ അവിടെ ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഹറാമായ ഒരു കാര്യം ചെയ്യാൻ നേർച്ചയാക്കാൻ പാടില്ല. ഞാൻ ഇന്ന ഒരു ദിവസം മദ്യപിക്കും എന്ന് ഞാൻ നേർച്ചയാക്കി പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഹറാമിന്റെ വിഷയത്തിൽ, വ്യഭിചരിക്കാൻ വേണ്ടി, കളവ് പറയാൻ വേണ്ടി, മോഷണം നടത്താൻ വേണ്ടി, ഇതൊന്നും നേർച്ചയാക്കാൻ പാടില്ല. ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ചയാക്കാൻ പാടില്ല. ഇതിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഫർളായ ഒരു കാര്യവും നേർച്ചയാക്കാൻ പാടില്ല. എന്താ ഈ ഫർളായ കാര്യം? ഒരാൾ പറയാണ്, ഞാൻ ഇന്ന് അസ്ർ നമസ്കാരം നിർവഹിക്കാൻ നേർച്ചയാക്കി. അത് നേർച്ചയാക്കേണ്ടതില്ല, അയാൾ ഓൾറെഡി നിർവഹിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. ഈ വരുന്ന റമദാനിൽ 30 ദിവസം നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കി, അത് നേർച്ചയാക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾ നിർവഹിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഹറാമായ ഒരു കാര്യം നേർച്ചയാക്കാൻ പാടില്ല, നിർബന്ധമായ ഒരു കാര്യവും നേർച്ചയാക്കാൻ പാടില്ല. ഇനി ഈ വിഷയത്തിൽ രണ്ടാമത്തൊരു വിഷയമുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും നേർച്ച എന്ന നിലക്ക് മനസ്സിലാക്കുന്നത്. അതാകട്ടെ പണ്ഡിതന്മാർ കറാഹത്ത് എന്ന നിലക്ക് എണ്ണിയിട്ടുണ്ട്, വെറുക്കപ്പെട്ടൊരു കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഇന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്റെ ഇന്ന ആവശ്യം നിർവഹിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തോളാം. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ അതിൽ നിന്ന് പകുതി അത് പള്ളി കൊടുത്തോളാം. എന്റെ കുട്ടിന്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ 2 ദിവസം നോമ്പെടുത്തോളാം. എന്റെ ഇന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം. എന്തോ ഒരു ഷർത്ത് വെച്ചുകൊണ്ട് നേർച്ച വെക്കുക. ഇന്ന കാര്യം നിർവഹിച്ചാലേ ഞാനത് ചെയ്യുള്ളൂ. പണ്ഡിതന്മാർ അതിനൊക്കെ വളരെ ഗൗരവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇത് ആരോടാ പറയണത്? അള്ളാഹിനോടാ പറയണത്. ഞാൻ നിസ്കരിക്കണമെങ്കിൽ എന്റെ ഇന്ന പ്രശ്നം നടക്കണം, ഞാൻ നോമ്പെടുക്കണമെങ്കിൽ എന്റെ ഇന്ന കാര്യം പരിഹരിക്കപ്പെടണം. അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ടല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ റബ്ബിനോട് എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്ക, റബ്ബേ എന്റെ ഇന്ന ആവശ്യം നിർവഹിക്കണേ.
എന്റെ ഇന്ന പ്രശ്നം പരിഹരിച്ചു തരണേ. അതിനൊരിക്കലും ഒരു ഷർത്ത് വെച്ചുകൊണ്ട് ഇന്ന കാര്യം നിർവഹിച്ചാലേ ഞാൻ ഇന്നത് ചെയ്യുള്ളൂ. ഇത് കറാഹത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം, നേർച്ച പാടില്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. നേർച്ചയുടെ വിഷയത്തിൽ തന്നെ കൃത്യമായി കൊണ്ട് പറയാണ് നേർച്ച പാടില്ല. എന്താണ് നേർച്ച പാടില്ല എന്ന് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തൻദുറു, ലാ തൻദുറു, നിങ്ങൾ നേർച്ച വെക്കരുത്. ഫഇന്ന അൻ-നദ്റ ലാ യുഗ്നി മിനൽ ഖദ്രി ശൈഅ, നിങ്ങൾ നേർച്ചയാക്കണ്ട. ഈ നേർച്ച വെച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും വരൂല. ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാ നേർച്ചയാക്കണത്? അത് ഇന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഇന്ന ഒരു കാര്യം നിർവഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരാൾ നേർച്ച വെച്ചത് കൊണ്ട്, തന്റെ ഇന്ന കാര്യം നിർവഹിക്കണം എന്ന ഉദ്ദേശത്തിൽ നേർച്ച വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും നേർച്ച കൊണ്ട് വരുത്തൂല. പിന്നെന്താണ് നേർച്ച കൊണ്ടുള്ള മെച്ചം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നമാ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ മനസ്സ്, പിശുക്കന്റെ സമ്പത്ത് കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. അതന്നെ നെതുറുള്ളൂ. നേർച്ച എന്ന് പറഞ്ഞാൽ പിശുക്കന്റെ സമ്പത്തിൽ നിന്ന് കുറച്ചൊക്കെ പുറത്തേക്ക് വരും. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരാളോട് ദീനിയായ ഒരു കാര്യത്തിന് വേണ്ടി പള്ളിപ്പണി നടക്കുകയാണ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റും. നമ്മുടെ മദ്രസിന്റെ ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന ഒരു ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ കൈമലർത്തും, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ അയാൾക്ക് വല്ല പ്രയാസം വരുമ്പോഴോ ഉടൻ അയാൾ പറയുക, എന്റെ ഇന്ന പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഞാനിതാ ഇത്ര ഇന്നതിന് കൊടുത്തോളാം, അപ്പൊ ഞാൻ പള്ളിക്ക് കൊടുത്തോളാം, അപ്പൊ ഞാൻ മദ്രസക്ക് കൊടുത്തോളാം, അപ്പൊ ഞാൻ യതീഖാനക്ക് കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആകെ ഈ ഒരു നെതിർ കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ആ ബഖീലിൽ നിന്ന്, ആ പിശുക്കന്റെ ധനം അത് പുറത്തേക്ക് എടുക്കുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഹദീസുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ 23 വർഷം നമുക്ക് ദീനിയായ പല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടും ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനിതാ ഒരു ഇന്ന കാര്യം നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർച്ച വെച്ചിട്ടില്ല. ഇന്ന ഒരു കാര്യം ഞാൻ നേർച്ചയാക്കാണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. അത് അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാക്കുന്നതായിരുന്നുവെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിർവഹിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു നേർച്ച വെക്കേണ്ടതില്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. ഇതൊക്കെ പ്രമാണബദ്ധമായി കൊണ്ട് തന്നെ വിശദീകരിച്ചതാണ്. എന്നാൽ നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഒരു കാര്യം, ഒരാൾ നേർച്ച വെച്ചു എന്ന് വിചാരിക്കുക, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി അയാൾ നേർച്ചയാക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതോ ഒരു ഐച്ഛികമായ കാര്യം, ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ നോമ്പെടുക്കാം എന്ന് നേർച്ചയാക്കി എന്ന് അയാൾ പറഞ്ഞാൽ, അങ്ങനെ അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിലൊരിക്കലും ഒഴിവ് കഴിവില്ല, അതിലൊരിക്കലും ഒഴിവ് പറയാൻ പറ്റില്ല. എത്രത്തോളം എന്നാൽ അത് ആ ഒരു നേർച്ച പുണ്യം, എന്തെങ്കിലും പുണ്യം ചെയ്യുമെന്ന് നേർച്ചയാക്കിയാൽ നിർബന്ധമായും അത് എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, കുൻതു നദർതു ഫിൽ ജാഹിലിയ്യ അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദുൽ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ജാഹിലിയത്തിൽ, ഞാൻ ഇസ്ലാം ഒന്നും സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേർച്ച എന്താന്ന് വെച്ചാൽ മസ്ജിദുൽ ഹറമിൽ ഇത്തികാഫ് ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ നേർച്ച. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് മുസ്ലിം ആയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഔഫി ബിനദരിക, നിങ്ങളുടെ ആ ഒരു നേർച്ച നിങ്ങൾ പൂർത്തീകരിക്കണം. ഇവിടെ പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ജാഹിലിയത്തിൽ പറഞ്ഞ കാര്യമാണ്, പക്ഷേ പറഞ്ഞ കാര്യം അത് ഇസ്ലാമിൽ കുറ്റകരമല്ലാത്ത ഒരു കാര്യം. കുറ്റകരമായ കാര്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പൂർത്തീകരിച്ചോ എന്ന് പറയൂല. അത് കേവലം ആ വിഷയത്തിൽ മാത്രമല്ല. അൻസാരികൾ പ്രഗൽഭനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്.
ഒരു മതവിധി ചോദിച്ചിട്ടാ വരുന്നത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഇസ്തഫ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നദിരിൻ കാന അല ഉമ്മി. തന്റെ ഉമ്മാന്റെ വിഷയത്തിലുള്ള ഒരു നേർച്ചയെക്കുറിച്ച് ചോദിക്കാനാണ്, അതിന്റെ മതവിധി ചോദിക്കാനാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്നത്. അദ്ദേഹം പറയാണ്, ഫതുവഫിയത് ഖബല അൻ തഖദിയ. എൻ്റെ ഉമ്മാക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു കാര്യം നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയിൽ കാണാൻ പറ്റും, ഉമ്മ അങ്ങനെ ഒരു നേർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മകൻ എന്ന നിലക്ക്, അനന്തരാവകാശി എന്ന നിലക്ക് നിങ്ങളത് പൂർത്തീകരിക്കണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉമ്മ മരിച്ചുപോയില്ലേ, ഇനിയിപ്പോ എന്തായാലും അതൊന്നും ചെയ്യേണ്ടതില്ല എന്നല്ല. മരണപ്പെട്ടവരുടെ വിഷയത്തിലുള്ള, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പെട്ടതാണത്. ഇവിടെ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവർ മരിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി കുഴിച്ചിട്ട് പോരുകയാണ്, അവിടെ ഒന്നുമില്ല. പല ആളുകളും ചില പ്രയോഗങ്ങൾ വരെ നടത്താറുണ്ട് നമ്മളെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, ഇസ്ലാമിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, ഒരു മരണ വാർത്ത കേട്ടുകഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മയ്യത്തിനെ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. ആ മയ്യത്തിനെ കണ്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന സമയത്തും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മയ്യത്തിനെ ഖബറടക്കി കഴിഞ്ഞാൽ മയ്യത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഒരു സ്ഥിരത കിട്ടാൻ, മയ്യത്തിന്റെ അടുക്കൽ വന്ന് ഇനി മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയാൻ വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാത്ത സമയത്ത്, ഈ ഇരിക്കുന്ന സമയത്ത് പോലും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മുസ്ലിം ഉമ്മത്തിലെ പല ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് അതിൽ തന്നെ. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വസീയത്തുകളുണ്ട്. ആ വസീയത്തുകൾ നമ്മൾ നിറവേറ്റണം. അവരുടെ കടങ്ങളുണ്ട്, ആ കടങ്ങൾ നമ്മൾ കൊടുത്തു വിട്ടണം. അവർക്ക് ഏതെങ്കിലും ഉംറ നിർവഹിക്കാനോ ഹജ്ജ് ചെയ്യാനോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നിർവഹിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ നിർവഹിച്ചിട്ട് പിന്നെ അവർക്കും വേണ്ടി നിർവഹിക്കുക. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ്. ഇസ്ലാം പറഞ്ഞതൊന്നും പല ആളുകൾക്ക് വേണ്ട. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചാളുകൾ വന്നുകൊണ്ട് ഒരു കൂട്ടമായിക്കൊണ്ട് ഒരു അൽ ഫാത്തിഹ വിളിച്ചാൽ മാത്രമേ അത് ആ ഒരു മയ്യത്തിന് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് ഇന്ന ഒരു സൂറത്ത് ചൊല്ലിയാലേ ആ ഖബറിലുള്ള ആളുകൾക്ക് വല്ലതും കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും 40 ദിവസത്തോളം പ്രത്യേകമായ ചില ദിക്റുകൾ ചൊല്ലിയാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരു ആണ്ട് നടത്തിയാലേ കിട്ടുള്ളൂ. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മരിച്ചുപോയ തന്റെ ഉമ്മാന്റെ വിഷയത്തിൽ വന്ന് ചോദിക്കാൻ, എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ നേർച്ച നിറവേറ്റണം എന്ന് തന്നെ പറഞ്ഞു. അത് നിറവേറ്റേണ്ടതില്ല, ഉമ്മ മരിച്ചുപോയില്ല, ഇനി ഒന്നുമില്ല, അവരോട് ഒരു ബാധ്യതയില്ല, അവിടെ കുഴിച്ചിട്ടില്ല, ഇനി ഒന്നുമില്ല എന്നല്ല പറഞ്ഞേ. അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റണം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി അഞ്ചാമത്തൊരു വിഷയം, നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഞ്ചാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നേർച്ച വെച്ചു, പക്ഷെ അയാൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് ഇസ്ലാമികമായിട്ടുള്ള നിയമം? ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാൻ നേർച്ചയാക്കി എന്ന് അയാൾ പറയുന്നു, പക്ഷേ ആ ഒരു സമയത്ത് അയാൾ അത് നിർവഹിച്ചില്ല, ഏതെങ്കിലും ഒരു തടസ്സം കാരണത്താൽ. എന്നാൽ അയാൾക്കുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഫാറത്തുൻ നദർ കഫാറത്തുൽ യമീൻ. നേർച്ചയുടെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തിട്ട് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്താണോ അതാണ്. ഇവിടെ സാന്ദർഭികമായിട്ട് പറയാണ്, സത്യം ചെയ്യുക, അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും സത്യം ചെയ്യാനും പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും പേരിൽ ഒരാൾ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഒരാൾ സത്യം ചെയ്യുക, ദാ ഇന്ന ജാറത്തിൽ കിടക്കണ മൂപ്പരാണ് സത്യം, അല്ലെങ്കിൽ ഇന്നതാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം
എന്റെ ഈ മക്കളുടെ തലയിൽ തൊട്ടിട്ടാണ് ഞാൻ സത്യം ചെയ്യണത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ ഓരോ നിയമങ്ങളാണ്. വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരാൾ സത്യം ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ട് അത് അയാൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്താണോ നിയമം, അതേ നിയമമാണ് ഒരാൾ നേർച്ച വെച്ചിട്ട് ആ നേർച്ച അയാൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം. അത് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. എന്താണ് അതിന്റെ നിയമം എന്നുള്ളത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 89-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവമല്ലാത്ത നിങ്ങളുടെ ശപഥങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ പിടികൂടുന്നതല്ല. വലാകിൻ, പക്ഷേ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ, നിങ്ങൾ ബോധപൂർവം ഉറപ്പിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. ഞാനത് ചെയ്യും, ഞാൻ അങ്ങനെ പറയും, ഞാൻ അങ്ങനെ കാണിക്കും, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഐമാനുകളുടെ വിഷയത്തിൽ, ആ സത്യം ചെയ്യലിന്റെ വിഷയത്തിൽ നിങ്ങൾ പിടിക്കപ്പെടുന്നത് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ആ സത്യം ചെയ്തതിനു ശേഷം അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഫകഫാറതുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സാധുക്കളായ ആളുകൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമല്ലോ, അതിൽ ഒരു മധ്യമ നിലക്ക് നിങ്ങളുടെ കുടുംബത്തിന് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു ഭക്ഷണം, അത് പാവങ്ങളായ സാധുക്കളായ അഗതികളായ 10 ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഒരാൾ നേർച്ച നേർന്നിട്ട് അത് അയാൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കുള്ള പ്രായശ്ചിത്തം, കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം, അയാൾ ചെയ്ത തെറ്റാണ്, അതിന്റെ പ്രായശ്ചിത്തമായിക്കൊണ്ട് അയാൾ ചെയ്യേണ്ടത് പാവപ്പെട്ട 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് സാധാരണ നിരക്കുള്ള ഭക്ഷണം, വലിയ മുന്തിയതാവണ്ട, പറ്റ മോശമാവണ്ട. ഇനി അവിടെ അവസാനിപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഔ, അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റൂലെങ്കിലോ കിസ്വതുഹും, ആ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക. 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുത്താലും മതി. ഇനിയോ വീണ്ടും ഇല്ല, അതിനും കഴിയൂലെങ്കിൽ ഔ തഹ്രീറു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അടിമത്ത സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് തന്നെ മേൽ പറഞ്ഞ രണ്ടിലേതെങ്കിലും ഒന്നാണ് നിർവഹിക്കേണ്ടത്. ഇനി ഇതൊന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഈ 3 ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഫമല്ലം യജിദ്, ഇത് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫസിയാമു 3 അയ്യാം, 3 ദിവസം അയാൾ നോമ്പെടുക്കണം. 3 ദിവസം, അത് ഒരേ സമയം തന്നെ ഒരുമിച്ചെടുക്കണം എന്നൊന്നുമില്ല. ഒരു ദിവസം എടുത്തു, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അയാൾ നോമ്പെടുക്കണം. ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇസ്ലാമിൽ സത്യം ചെയ്യലാവട്ടെ നേർച്ചയാവട്ടെ അതൊരു നിസ്സാരമായ കാര്യമല്ല. അതാർക്കും എന്തും എങ്ങനെയും പറയാ എന്നുള്ള നിലക്കല്ല. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായിട്ട് പറയാം, ഒട്ടുമിക്ക ആളുകളും ഒരു പക്ഷേ കച്ചവടക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടത്തിന്റെ മേഖലയിലെങ്കിലും ഉണ്ടാകും. നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അള്ളാഹുവാണ് സത്യത, ഇത് പുതിയൊരു സാധനം, അള്ളാഹുവാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാനെ സത്യം ചെയ്തുകൊണ്ടാണ് പലതും ചെയ്യണത്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. കള്ളത്തരം അള്ളാന്റെ പേരിൽ പറയാ, ചില കാര്യങ്ങളൊക്കെ അള്ളാന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാനത് ചെയ്യാന്ന് പറയാ, എന്നിട്ട് അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എന്നുള്ളത് ഈ ഒരൊറ്റ ആയത്ത് മതി. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത്, അത് 3ഉം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 4ാമത്തെ കാര്യം. എത്ര ഗൗരവമുണ്ട് ഇതിന്! അത് നിസ്സാരമായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കേവലം നിസ്സാരമായ വിഷയങ്ങളല്ല. ഇസ്ലാമിൽ നേർച്ചയുണ്ട്, പക്ഷേ ഈ പറയപ്പെട്ട നമ്മുടെ നാട്ടിൽ നടമാടുന്നത് പോലുള്ള ഏതെങ്കിലും ഒരു ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളും കൃത്യമായി നിർവഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൽ നേർച്ച എന്താണ് എന്നും എങ്ങനെയാണ് നേർച്ച നേരേണ്ടത് എന്നും ആർക്കാണ് നേർച്ച നേരേണ്ടത് എന്നും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെയാണ് സൂചിപ്പിച്ചുകൊണ്ടത്. ഇതേ വിഷയത്തിൽ ഒരു ചരിത്രം
നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വരിക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുതിയങ്ങാടി നേർച്ചയും മണത്തല നേർച്ചയും കൊണ്ടോട്ട് നേർച്ചയും പട്ടാമ്പി നേർച്ചയും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംശയം, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എവിടെ എത്തി നിൽക്കുന്നു ഈ സമൂഹം എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം കൊടുത്തതിൽ നിന്ന് എത്രത്തോളം അകന്നു പോയിരിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നദറ റജുലുൻ അലാ അഹദി നബി അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൻഹറ ഇബ്ലൻ ബിബുവാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാള് ബുവാന എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് വെച്ചിട്ട് ഒരു ഒട്ടകത്തെ അറുക്കണം എന്ന് അയാൾ നേർച്ചയാക്കി. പക്ഷെ അയാളത് നിർവഹിച്ചിട്ടില്ല. അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഅതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, ഇന്നി നദർതു അൻ അൻഹറ ഇബ്ലൻ ബിബുവാന. ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നബിയെ ഞാനൊരു ഒട്ടകത്തെ അറുക്കണമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ആ ചോദ്യം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോ. ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി തുഅബദ്. ആ ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാധിച്ചിരുന്ന വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടോ? വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല, അങ്ങനൊന്നുമില്ല. വീണ്ടും ചോദ്യം, ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം. ഈ ജാഹിലിയത്തിൽപ്പെട്ട ആളുകളുടെ വല്ല ആഘോഷവും അവിടെ ഉണ്ട്? അങ്ങനത്തെ വല്ല ആഘോഷം നടക്കുന്ന സ്ഥലം അത്? അപ്പോഴും പറഞ്ഞില്ല, സ്വഹാബത്ത് പറഞ്ഞില്ല, അല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔഫി ബിനദ്രിക, എന്നാൽ നീ നിന്റെ ആ നേർച്ച പൂർത്തീകരിച്ചു. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്ന്, ജാഹിലിയത്തിലുണ്ടായിരുന്ന ആളുകൾ ആരാധിച്ചിരുന്ന വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടോ? ലാത്തയോ ഉസ്സയോ മനാത്തയോ യഊസോ യഊഖോ നസ്റോ, വേറെ ഏതെങ്കിലും ഒരു ബിംബം അവർ ആരാധിച്ചിരുന്നതായിട്ടുള്ള വല്ലതുണ്ടോ? രണ്ടാമത്തതോ, അവിടെ വല്ല ജാഹിലിയത്തിന്റെ വല്ല ആഘോഷവും നടക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്തുകൊണ്ടാണ്? ആ ബിംബത്തിന് സ്വയം കഴിവുണ്ട് എന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ലാത്തയോ ഉസ്സയോ മനാത്തയോ യഊസോ യഊഖോ നസ്റോ, ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ സ്വയം ഒരു റബ്ബാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം മുഖേന അള്ളാഹുവിലേക്ക് എത്താം. ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. ഇവരൊക്കെ നല്ല ആൾക്കാരല്ലേ, ഒരു മുഖേന ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താം. പണ്ടുള്ള ജാഹിലിയത്തിൽ പറഞ്ഞ ആളുകളുടെ വാക്ക്, ഇതേ വാക്കല്ലേ ഇന്നത്തെ മഖാമുകളുടെ പേരിലും ജാറങ്ങളുടെ പേരിലും നടക്കുന്നത്. ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചോ? ഞാൻ ഈ പറഞ്ഞ ആയത്തില്ലേ, വേറൊന്നെന്താ അറിയോ? ഈ പറഞ്ഞ ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ജാറങ്ങളിലും മഖാമുകളിലും പോയി ആ ഖബറാളിയോട് തേടുന്ന ആളുകളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളോട്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഈ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ അവരോട് സഹായം തേടുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ. ഞങ്ങൾ ഈ വിളിച്ചു തേടുന്നവരില്ലേ, ഞങ്ങൾ ചോദിക്കുന്നവരില്ലേ, അവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്കൊരു ശുപാർശകരാ, അതല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ കുറെ തെറ്റിയ ആൾക്കാരല്ലേ. നമ്മൾ ഇവരോട് പറഞ്ഞ അവർ മുഖേന നമുക്ക് അള്ളാഹുവിലേക്ക് എത്താം. സുബ്ഹാനല്ലാഹ്, ഇതന്നെയല്ലേ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. എന്നാൽ ഇന്നാകട്ടെ ഈ പറഞ്ഞ ഇസ്ലാമിലെ ഒരു നല്ല കാര്യത്തെ, നേർച്ച എന്ന് പറയുന്ന നല്ല ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഏതെങ്കിലും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു. എന്നിട്ടോ അവിടെ ചന്ദനക്കൂടം എന്ന് പറയുന്ന ഒന്ന് സ്ത്രീകളൊക്കെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വരിക, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കൂടിക്കലർന്നുകൊണ്ടുള്ളത്. ഈ നട്ടുച്ച സമയത്ത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ ഒട്ടേറെ നിയമങ്ങളാണ്. എന്താ നിയമങ്ങൾ? സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല,
സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഹറാമാണ്. ആ പറയുന്ന ആളുകളുടെ വീറും വാശിയും ഈ വിഷയത്തിൽ പറയാൻ, ഇങ്ങനെ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയാൻ, ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ആരും റെഡിയല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അപ്പൊ യൂട്യൂബിൽ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തും, ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധമില്ല. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ തന്നെ ഇവര് പഠിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ ആരാളുള്ളത്? ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഒരു വ്യക്തിയെയോ അല്ല പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തുന്നത്, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല പറയണത്, ഈ ഉമ്മത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുക. ദീനിന്റെ ഒരു കാര്യം അവിടെ ഇല്ല. ഗാനമേളയും അതേപോലെ തന്നെ സിനിമാറ്റിക് ഡാൻസും എന്തെല്ലാം കാര്യങ്ങൾ. ഈ ആനയുമായിട്ട് ഇസ്ലാമിൽ എന്ത് ബന്ധമുള്ള പ്രിയപ്പെട്ടത്? ഇസ്ലാമിൽ ആകെ ഒരു ആനനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആനിൽ വന്ന ഒരു ആന കലാസംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അബാബീൽ പക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള വിഷയത്തിൽ, അസ്ഹാബിൽ ഫീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ കാബ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ വിഷയത്തിൽ. അതല്ലാതെ വേറെ എന്താ ആനയുള്ളത്? എന്നാൽ ഇതൊക്കെ ദീനിന്റെ ഭാഗം, ഇതൊക്കെ ദീനിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഇതൊന്നും പ്രിയപ്പെട്ടവരെ ദീനല്ല, ഇതൊന്നും ദീനല്ല, ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീനിനെ കൃത്യമായി പഠിച്ച് യഥാർത്ഥ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരി ഇന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. അവരുടെ കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലാണുള്ളത്. കാഴ്ചക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.